ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തെങ്കിലും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെയല്ലേ? നമുക്കിങ്ങനെ സുഖമായിട്ട് പോകണം. പിന്നെ എന്തിനാണ് പറയാനുള്ളത്, നമ്മുടെ ആദം ബേബി ഇവിടെ ഉണ്ട്. ആദം ബേബി ഭയങ്കര ശാന്തശീലനും ഭയങ്കര സൽസ്വഭാവിയും പറഞ്ഞനുസരണയുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും വാ തുറക്കില്ല, ഒന്നും ചെയ്യില്ല. അനുസരണശീലം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത്ര ഉള്ള കൊച്ചാണ്. എന്റെ പോലെയല്ല, അപ്പന്റെ പോലെയാ. അപ്പന്റെ അതേ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതെ, ആദത്തിന് വാശി എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയായിട്ടാ. ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു അമ്മച്ചി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ അവൻ എടുത്തുകൊണ്ടെന്ന് ഇപ്പൊ എന്തെങ്കിലും കാര്യം സാധിച്ചില്ലെങ്കിൽ അവൻ നിന്നോട് തന്നെ നിൽക്കും, അവിടെ നിന്ന് നീങ്ങില്ല. പിന്നെ ആ പറഞ്ഞ ആളെന്നെ വന്ന് എടുത്തോണ്ട് പോകണം, കാര്യം സാധിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ അവിടെ നിന്ന് കറഞ്ഞുകൊണ്ടിരിക്കുക. അത് തന്നെ നമ്മുടെ കുട്ടൻ. ദേ പോണു. എന്നിട്ട് പരിപാടി അത് തിരിച്ചു തിന്നാൻ പോണേ. ഇന്നലെ അപ്പൻ കട്ടൻ ചായയും റസ്കും കൊടുത്തു. മോൻ എന്റെപ്പോ തന്നെ കട്ടൻ ചായയും റസ്കും ചോദിക്കണം. ആര്? ബിജുമോ പോയാ? ദൈവമേ, റോട്ടിൽ കൂടെ ഒരാളെ വിടരുത്തിട്ടാ. തിന്ന് 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 തന്നെ 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 തന്നെ. ഇങ്ങോട്ട് നോക്കി ചിരിച്ചേന്ന്. സ്മൈൽ. പല്ല് അടിച്ച് പല്ല്. ആ, എത്ര പല്ലുണ്ട്? അവൻ തന്നെ മോനെ അറിഞ്ഞൂടെ അവന് തന്നെ ചെയ്യണെന്ന്. ചൂടുണ്ടോ നോക്കട്ടാ. ആ, നിന്നെ പിന്നെ കൊടുക്കാൻ പോയേ ബുദ്ധിനമ്മ വേറെ തരാട്ടാ. കട്ടൻ ചായ നീ കുടിക്കണ്ടാട്ടാ. പൊട്ടേന് കട്ടൻ ചായ. അവന് പാലോ ചുട്ട വേണ്ട. കുഞ്ഞു എവിടെയാ? എവിടേക്ക് പോണ്ടേ? എവിടേക്ക് പോണ്ടേ? എവിടേക്ക് പോണ്ടേ? എവിടേക്ക് പോണ്ടേത്? അബ്രാം എവിടെ? അബ്രാം 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 എവിടെ? അബ്രാം അബ്രാം എവിടെയാ? നമ്മുടെ അബ്രുവിനെ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അബ്രു ജെറ്റ് പോലെ പോവും. അത് മാത്രമല്ല, എന്തെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നിൽക്കും. നിന്നിട്ട് കുറച്ചു നേരം ഇവിടെ നിൽക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അത് പറക്കി തിന്നാനുള്ള ശ്രമമായിരിക്കും. എല്ലാ പിള്ളേരും അങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ ആദകൂട്ടൻ മറ്റേ പ്രാണിയില്ലേ, പ്രാണികളെ മുന്നിൽ ഇങ്ങനെ പിടിച്ച് തിന്നല്ല, ഇങ്ങനെ പീച്ചും ചെയ്യും. ഇവൻ നേരെ വായിരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും. ഇവ അതൊന്നും ചെയ്യില്ല, വേഗം എടുത്ത് വായിരിക്കിടും. അതുകൊണ്ട് കണ്ണ് വെച്ചിരിക്കണം. ഇന്നത്തെ നമ്മുടെ കറികൾ കാണിച്ചു തരട്ടതേ. അയ്യോ, ഇവിടുത്തെ ചീഞ്ചട്ടിക്ക് ഒരു പ്രശ്നമുണ്ട്, എപ്പോഴും ഒരു ആട്ടം ഉണ്ടതേ. ഇത് കായും പയറും ഉപ്പേരി. പിന്നെ എന്തിനാണെന്നറിയോ, പിന്നെയാണ് ഈ കോളിഫ്ലവറും മുട്ടയും. പിന്നെ ഒരു സാധനം കൂടി ഉണ്ടായല്ലോ, പപ്പടം. പിന്നെ ഉണ്ട് മറ്റേ തൈരും ഉണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ സാമ്പാറുണ്ട്. ഇത്ര ഐറ്റംസ് ഉണ്ട്. അതവിടെ അപ്പാപ്പൻ്റെ കൂടെ ഇരുന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട്. പക്ഷെ കഞ്ഞി പകുതി താഴ്ത്ത് കളയായിരിക്കും. ഇനി അവന് ചോറ് കൊടുക്കണം. അപ്പാപ്പൻ കഞ്ഞി കുടിക്കായിരുന്നു കഴിഞ്ഞാൽ അപ്പാതൻകുട്ടൻ ഇരിക്കും കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ വിചാരിക്കും അവൻ കഞ്ഞി കുടിച്ച് മറയ്ക്കുമെന്ന്. പക്ഷെ ഒരു ടീസ്പൂൺ ആയിക്കെടുക്കുമ്പോൾ 2 ടീസ്പൂൺ താഴത്തേക്ക് പോവും. അങ്ങനെ അവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട്. പിന്നെ പപ്പടം ഭയങ്കര ഇഷ്ടമാണല്ലോ. പപ്പടം കൊടുക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. 2 ദിവസം ഞാൻ പപ്പടം കൊടുത്തില്ല കേട്ടോ. എല്ലാവരും മിക്കവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പപ്പടം ഉണക്കമീൻ അധികം കൊടുക്കണ്ടെന്ന്. അപ്പം അങ്ങനെ കൊടുത്തിട്ടുണ്ടായില്ല. പിന്നെ പച്ചമീൻ എടുത്ത് വറുത്ത് കൊടുത്തു, മുട്ട പൊരിച്ചു കൊടുത്തു. അങ്ങനെയാണ്. അപ്പം ഇന്ന് അമ്മ പപ്പടം വറുത്തു. പിന്നെ പപ്പടം കണ്ടു കഴിഞ്ഞാൽ ആശം വിടില്ല. അതിപ്പോൾ നമ്മൾ തരില്ല എന്ന് പറഞ്ഞാലും അവൻ കവറേ പാട് എടുത്തുകൊണ്ട് ഓടും. അതുകൊണ്ട് ഒരു ചെറിയ പീസ് പപ്പടം കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇതാദത്തിന്റെ വീടാ? ഒരാൾ പോയി നോക്കിയേ. ഇതാദത്തിന്റെ വീടാണോ? ദൈവമേ, വീട്ടിൽ ഉറങ്ങിയതോ? എവിടെ നോക്കട്ടെ. അച്ചടാ, അവര് മുത്തെത്തിയില്ലോ. അയ്യോ, മീൻ കണ്ടോ? അത്
അപ്പൻ എന്തോ കാര്യത്തിന് വേണ്ടിട്ട് പുറത്തേക്ക് പോയി. അപ്പൊ ഞാൻ കണ്ടില്ലേട്ടാ പോണത്. ഞാൻ വിചാരിച്ചു ആള് മുകളിലുണ്ടെന്ന്. പക്ഷേ അത് മുകളിൽ കയറിയിട്ട് അല്ല ഇവിടെ പുറത്തിറങ്ങിയിട്ട് വണ്ടി നോക്കിയപ്പോ വണ്ടി കാണാനില്ല എന്നോട് പറഞ്ഞു തന്നാലും ഞാൻ വണ്ടി നോക്കിയില്ല. അപ്പൊ വന്നിട്ട് ആദം കരച്ചിലും ബഹളവും വണ്ടി വന്നത് അതും കണ്ടു. പിന്നെ അത് സമ്മതിക്കണ്ടേ. പിന്നെ വലിയ സീനായി. ദേ വന്നിട്ട് എന്നിട്ട് കടയിൽ കൊണ്ടുപോയി അവൻ ആശ്വസിപ്പിച്ച് ദേ കോലിമിഠായി വാങ്ങിച്ചുകൊണ്ടിരുന്ന. എന്നിട്ടാ നീ തിന്നാ? നീ ഇതിടെ തിന്നണേ? കോലിമിഠായിയാ? കോലിമിഠായി വാങ്ങിച്ചു കൊണ്ടു കൊടുത്തു അല്ലേ? നന്നായി. എന്താ ചെയ്യാ? ഹാപ്പി? അതും ഹാപ്പി? ഹാപ്പി ആയാ? ഹാപ്പി ആയെന്ന് ദേവന് ഞങ്ങളെന്തെങ്കിലും ചിരിച്ചേന്നറിയോ? അതായത് ആദത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി കോലുമിഠായി ഒക്കെ വാങ്ങിച്ച് കൊണ്ട് കൊടുത്തുല്ലോ. പക്ഷെ ആദ്യത്തിന് അപ്പം ഷർട്ട് ഊരി കഴിഞ്ഞപ്പോ കരയും. അപ്പൊ ഷർട്ട് ഊരി കഴിഞ്ഞിട്ട് കറച്ചിൽ നിൽക്കാണ്ടായപ്പോ അപ്പം വീണ്ടും ഷർട്ട് ഇട്ടു. അതാണ് ഞങ്ങള് നോക്കി ചിരിച്ചത്. ആള് നോക്കി ചിരിച്ചോണ്ടിരുന്നത്. പറയാൻ പറ്റില്ലല്ലോ, ഷർട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കറച്ചിൽ വീണ്ടും തുടങ്ങും. നമ്മളൊരു വിധത്തിൽ ആശ്വസിപ്പിച്ച് നിർത്തിയേക്കണ്ട. ഷർട്ട് എന്നൊക്കെ പറഞ്ഞാൽ വീണ്ടും തുടങ്ങും. ആ ഷർട്ട് കാണുമ്പോ ഇനി കരഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് അവന്റെ പ്രത്യേകത. വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോ ഇതാണ് സ്ഥിതി. പുറത്തേക്ക് കൊണ്ടുപോയി വന്നു കഴിഞ്ഞാൽ ഷർട്ട് ഊരി കഴിഞ്ഞാൽ ഭയങ്കര കറച്ചിലും ബഹളാ. അപ്പനിന്ന് ഫുള്ള് ഷർട്ട് ഇട്ടിരിക്കണം. എന്താ സുഖം. എന്തിട്ടുണ്ട് തുടക്കണേ? സാരി ഉണ്ടാ? നീ ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചോടുന്നേ? നന്നായി, എല്ലാവരെയും വിളിച്ചിരുത്ത. ഞാൻ അവിടെ പോവാ. ആ ശരിയുള്ളല്ലോ, ഇവരോടൊന്നും പറയാൻ പാടില്ല. അത് പിടിച്ചേക്ക നോക്കിയേ. കണ്ടാ ഇവന്റെ കാര്യം കണ്ടാ? നല്ല മോനല്ലേ? കോയമ്മേ അപ്പന് ചൂട് സമയത്ത് കറുപ്പ ഷർട്ട് ഇടുന്നത് നല്ലതാ. കൊച്ചു വണ്ടി തുടക്കിയതാ. എന്നിട്ടോടെ തുടക്കണേ? സാരി ഉണ്ടാ? എന്റെ പൊന്നേ. ഗൈസ്, അപ്പോ നമ്മള് എന്ന് നീങ്ങിക്ക് ഇന്നേ തടി കൊണ്ട് എനിക്കാണ് കൊടുക്കണോ? കുറച്ചുകൂടി വീടെടുത്ത് എന്നാലും അറിയണോ? നമ്മള് ശരിക്കും ഉറക്കം ശരിയായില്ല. ശരിയായില്ല. അപ്പൊ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഉറക്കം ശരിയായി. തമാശ പറയില്ല, സീരിയസ്. അതായത് നമ്മളിപ്പോ പോവാന്ന് തീരുമാനിച്ചല്ലോ. പിറ്റേ ദിവസം അന്ന് തന്നെ നമ്മളാ വീഡിയോ എടുത്ത് നമ്മൾ അന്ന് തന്നെ വീഡിയോ എടുത്ത് അന്ന് തന്നെയാണ് പോസ്റ്റ് ചെയ്തത്. അന്ന് വൈകുന്നേരം തീരുമാനിച്ചു പോസ്റ്റ് ചെയ്തത് തന്നെ വാർ സ്റ്റാർട്ടായി. അതായത് വാർ സ്റ്റാർട്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മള് വീഡിയോ എടുത്ത് താഴത്തേക്ക് എത്തി. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വിമാനങ്ങൾ റദ്ദാക്കുന്നു. പിന്നെ ആൾക്കാർക്ക് അവിടെ പാനിക് ആവണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ എല്ലാവരും സേഫാണ്, കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ പോവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് പോകണം. പക്ഷെ ഇനിയിപ്പോൾ എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ഫ്ലൈറ്റൊക്കെ ക്ലോസ് ആണ്. അപ്പോൾ നമുക്കിനി ഫ്ലൈറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് തിങ്കിങ്ങിലാണ്. അല്ല, ഇവിടെ നിന്നിട്ട് ഇപ്പൊ എന്നിട്ട് ചെയ്യാ? അതാണ് ഞാൻ ആലോചിക്കണേ. ഇവിടെ നിന്ന് എന്നിട്ട് ചെയ്യാ? ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സംഭവം ശരിയുടെ ഫസ്റ്റ് നമ്മുടെ ജീവനാണ് വേണ്ടത്. ജീവിതം ഉണ്ടായാലല്ലേ. അപ്പൊ നമ്മള് ഇപ്പൊ 2 മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോ 1 മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മള് വെയിറ്റ് ചെയ്തിട്ട് എന്താന്ന് വെച്ചാൽ ശരിയാവുമ്പോഴേ പോവുള്ളൂ. ഫസ്റ്റ് ഇത് ജീവൻ വേണ്ടേ? കേട്ടപ്പോ ഒരിതുണ്ടായിരുന്നു. കാരണം നമ്മളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞപ്പോ അതിപ്പോ എന്തായാലും ശരിയാവും. എനിക്കതോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് 1 ആഴ്ചക്കുള്ളിൽ ശരിയാവും. അപ്പൊ എന്നാലും നമ്മളൊരു മാസം വിചാരിക്കാം.
പെട്ടെന്ന് ഫസ്റ്റ് തന്നെ കേൾക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അവിടെ എല്ലായിടത്തും. പിന്നെ ഈ പ്രവാസികളുടെ വീട്ടുകാരൊക്കെ ഇപ്പോൾ ഭയങ്കര ടെൻഷനിലായിരിക്കും. കാരണം ഇങ്ങനെ ഓരോരോ നമ്മുടെ ന്യൂസ് ചാനലുകളിൽ പിന്നെ പൊരിപ്പിക്കാണ് ഇത് എഴുതുന്നത്. മറ്റേ അതങ്ങനെ സംഭവിച്ചു, ഇതിങ്ങനെ സംഭവിച്ചു. ഇവര് കേട്ടുകറിയുമ്പോൾ മാത്രമുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് വേറെ കാര്യം, അതിപ്പോൾ നമ്മൾ പറയില്ല, എന്നാലും പറഞ്ഞെന്നുള്ളൂ. മറ്റേ അപ്പോൾ നമ്മുടെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും പോവും, എന്തായാലും യുദ്ധം അവസാനിക്കട്ടെ. യുദ്ധം അവസാനിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ മറ്റേ അവിടെയുള്ള ആൾക്കാരുടെ വീട്ടുകാർ ഇപ്പോൾ ഭയങ്കര ടെൻഷനിലായിരിക്കും. അതുപോലെ ഇപ്പൊ ഞാൻ നീ ഇപ്പൊ ടെൻഷനിലായ, അല്ലെങ്കിൽ നമ്മളിപ്പോ അവിടെ ഇറങ്ങുന്നെങ്കിൽ ഇവിടെ ഉള്ളൊരു ഭയങ്കര ടെൻഷൻ. ഇപ്പൊ നമ്മുടെ ഡൽമിയുടെ ആലോചന നമ്മള് ഡെയിലി 2 പ്രാവശ്യമൊക്കെ വിളിച്ച് ചോദിക്കും അവരുടെ അടുത്ത്. ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ വിളിച്ചിട്ടില്ല, ഇന്ന് അളിയൻ ഓഫാന്ന് പറഞ്ഞ. അല്ല ദുബായിലൊക്കെ വർക്ക് ഫ്രം ഹോം പറഞ്ഞു ന്യൂസില് പറയുന്നത് നമുക്ക് സത്യമാണ് അറിയില്ല. അവരെ വിളിച്ചിട്ടില്ല. അവരിപ്പോ എന്തായാലും ഉച്ചയ്ക്ക് ചോറിന് വിളിക്കും. അവര് ലീവ് ഉറങ്ങണമെങ്കിൽ ചിലപ്പോ നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ നിൽക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവര് വിളിക്കും. അപ്പൊ നമുക്കൊരു അത് ഉള്ളിന്റെ ഉള്ളിൽ അല്ല ആരും മിക്കവരും വിളിച്ചിങ്ങനെ അറിയിക്കില്ല. കാരണം നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മൾ അടുത്തില്ലല്ലോ, ഒന്നാമത്തെ ടെൻഷൻ ആയിരിക്കും. പിന്നെ ഈ ന്യൂസുകളിലാണെങ്കിൽ മറ്റേ വെള്ളപ്പൊക്കത്തിന്റെ പോലെ നമുക്ക് ഒന്നും അവിടെ നിന്നിട്ട് നടക്കണേന്ന് അറിയില്ല. എന്നാലും അവര് കണ്ട് പൊരിപ്പിക്കണത് അത് അത് കഴിഞ്ഞ് കുറച്ചു കഴിയുമ്പോൾ മാറ്റി പറയും. മറ്റേ ദുബായിൽ എന്നിട്ട് ബുർജ് ഖലീഫയ്ക്ക് ആൾക്കാരെ ഒഴിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് അങ്ങനെ തോന്നുന്നു. അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞ് പറഞ്ഞേ അതങ്ങനത്തെ അങ്ങനെ ഒരു ന്യൂസ് ഇല്ല. അതങ്ങനെയാണ്, ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി, അവർക്ക് റേറ്റിങ്ങിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചില ആൾക്കാരെ നോക്കിയത്. അപ്പൊ നമ്മള് ഇതൊക്കെ കഴിഞ്ഞ് മാറിപ്പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ മനസ്സിലേക്ക് ചെറിയ പേടി ഇനി പോകാൻ പറ്റുമോ എന്നുള്ളത്. അത് ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലേ, തന്നെയാണോ പറയാനുള്ളത്. നമ്മൾ ആ ഒരു പാനിക് ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന്. അതങ്ങനെയല്ല, അതിന്റെ മെയിൻ ഇതെന്ന് പറയുന്നത് നമ്മള് പോവാന്ന് തീരുമാനിച്ചു അന്ന് വൈകുന്നേരം തന്നെ ഇത് സ്റ്റാർട്ടായി. അതല്ല, നമുക്ക് നമ്മുടെ ഒരു വിധി ആലോചിക്കണല്ലേ, നമ്മള് എന്നിട്ടാണ് തീരുമാനിച്ചില്ല. അങ്ങനെയാണ് ഈ ലോകം. അല്ല നമ്മൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചു, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാന്ന് തീരുമാനിച്ചു, ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചപ്പോ അത് അങ്ങനെയായി. അപ്പൊ നമ്മുടെ കാര്യം ഇങ്ങനെ എത്ര നമ്മളന്ന് ടി വി വെച്ച് നോക്കിയപ്പോ എത്ര പേര് പോവാൻ വേണ്ടിട്ട് എയർപോർട്ടിൽ വന്ന് അത് ആലോചിക്കാൻ. അവർക്ക് ഫ്ലൈറ്റ് ക്യാൻസൽ ആയി പറഞ്ഞു. അതിന്റെ മെയിൽ വന്നിട്ടില്ല, എപ്പോഴാ പോവാൻ പറ്റാന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല അത് അവരുടെ ജീവിതത്തിന്റെ സേഫ് ആക്കാൻ വേണ്ടിട്ടാണ് അവര് സേഫ് ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്നാണല്ലോ നമ്മുടെ ഇതിൽ സംഭവിക്കുന്നത്. നമ്മൾ ഇത് തീരുമാനിച്ചിട്ടുള്ള ആവട്ടെ. എന്തെന്നാ ഞായറാഴ്ച ശനിയാഴ്ച ഉണ്ടാവുന്ന, ശനിയാഴ്ച പോയി ഞായറാഴ്ച ജോലിക്ക് കയറാനുള്ള കുറെ ആൾക്കാരുണ്ടാവും. എല്ലാ ഫ്ലൈറ്റുകളും തുരതുരാന്ന് ക്യാൻസൽ ചെയ്തു. അപ്പൊ ആ സിറ്റുവേഷനൊക്കെ നോക്കുമ്പോ അവർക്കും സങ്കടം ഉണ്ടാവും. പിന്നെ അവർക്കൊരു സമാധാനം ഉണ്ടാവും. ഇവിടെ ഉണ്ടല്ലോ, ഇവിടുന്ന് അങ്ങോട്ട് പോകാത്തന്നെ പിന്നെ നാട്ടിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി കുറെ ആൾക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അവരൊക്കെ എയർപോർട്ട് എത്തിയപ്പോൾ തന്നെയായിരിക്കും ഇതൊക്കെ ക്യാൻസൽ ആയിട്ടുണ്ടാവും. അപ്പൊ അവരൊക്കെ സങ്കടം വെച്ച് നോക്കുമ്പോൾ നമ്മൾ വീട്ടിൽ സേഫാണ്. അപ്പൊ പിന്നെ അവർക്കൊക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ എത്ര ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നേക്കും. ബൈ ബൈ, സീ യു.